ഏറ്റവും പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഫാസിൽ സാറാണ്. പുതിയ പുസ്തകമാണ്, സിലബസ് മാറി, SSLC ആണ്, അങ്ങനെയുള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് പലരും നിങ്ങളെ പേടിപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇനി കൂടുതലൊന്നും പേടിപ്പെടുത്തുന്നില്ല, കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളെ ബയോളജിയിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ഒരു 2 വാക്ക് സംസാരിക്കാനാണ്. പേടിക്കരുത്, ആരും എണീറ്റ് പോകരുത്. അതായത് ബയോളജിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കോൺസെപ്റ്റുകൾ, കണ്ടൻറ്റുകൾ, ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ടോട്ടൽ ഏകദേശം 8 ചാപ്റ്റേഴ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് നിലവിൽ കൃത്യമല്ല, കാരണം സെക്കൻഡ് പാർട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടില്ല. പക്ഷേ ഒരു പ്രാഥമിക നിഗമന പ്രകാരം 6 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. എനിവേ, നിലവിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ വന്നിട്ടുള്ളൂ, അതാണ് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കഴിഞ്ഞ വർഷം ഏകദേശം 4 ചാപ്റ്റർ ഉണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. ആ 4 ചാപ്റ്റേഴ്സ് മൊത്തത്തിൽ ആകെ 72 പേജാണുള്ളത്, 72. പക്ഷേ ഈ വർഷം ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ ടോട്ടൽ പേജ് എന്ന് പറയുന്നത് 104 ഞാൻ അത് വെറുതെ തള്ളി മറിക്കുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. നോ പുഷ് നോ പുള്ള്, തള്ളലില്ല, യാഥാർത്ഥ്യങ്ങൾ മാത്രം. 104 പേജ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 30 സംതിങ് പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അത് വെറുതെ ബ്ലാങ്ക് പേജ് ഒന്നല്ല, അതിൽ ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്, ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടില്ല. ഞാൻ പഠിച്ച 10ാം ക്ലാസ്സിലെ പുസ്തകവും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ പഠിച്ച 10ാം ക്ലാസ്സിലെ പുസ്തകവും സെയിം ആണ്. അതൊരു യാഥാർത്ഥ്യം കേട്ടോ. പോട്ടെ, എനിവേ ഈ വർഷത്തെ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇനി വെറുതെ തലേനാൾ ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വെറുതെ എഴുതി കൂട്ടിയിട്ട് അത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ള ഒരു പോസിബിലിറ്റി ഈ വർഷം നിലവിലില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വളരെ വേഗത്തിൽ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങേണ്ടി വരും. എല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. എല്ലാ കോൺസെപ്റ്റുകളും പക്ക ക്ലിയർ ആക്കി പോകേണ്ടി വരും. അങ്ങനെ കുറച്ചധികം നിങ്ങൾ റിസ്ക് എടുക്കേണ്ടി വരും, കുറച്ചധികം നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടി വരും. അതും ഒരു യാഥാർത്ഥ്യമാണ്, അതും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് പക്കായിട്ട് എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ആരംഭിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പബ്ലിക് ലൈവ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ആപ്പിലും ലൈവുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മളെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ, അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുക, അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ലൈവും പാരലലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. അതിൻ്റെ ഒപ്പം ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക, ഉഷാറാക്കുക, മിന്നിക്കുക, അടിപൊളിയാക്കുക, വൈബാക്കുക, സെറ്റാക്കുക, പവറാക്കുക, മാസാക്കുക. അത്ര പോരെ, മതി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാടാ, നിങ്ങൾ പവറാണ്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. ബയോളജിക്ക് ഞാനും പ്രട്ടിമിസും നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഈ 3 ചാപ്റ്ററുമല്ല, ഇനി സെക്കൻഡ് പാർട്ടിൽ എത്ര ചാപ്റ്റർ ഉണ്ടോ അതെല്ലാം നമ്മൾ കലക്കി കുടിച്ച് സെറ്റാക്കിയിട്ട് അവസാനം 10ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷ വരുമ്പോൾ നിങ്ങളെ ഫുൾ A+ ഞങ്ങൾ എത്തിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. സോ വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ ഗുഡ് ബൈ. ഇത് നിങ്ങളുടെ സ്വന്തം ഫാസിൽ സർ.